السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام ورحمة الله وبركاته. الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى درسنا الجديد من سلسلة تدبر القرآن تحت إشراف فهم القرآن على عيشه الطريق. ഖുർആൻ പഠനത്തിനോടൊപ്പ വഴിയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അൽ ബഖറ 197 മുതൽ 202 വരെയുള്ള സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى فاتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ഈ ഭാഗം നേരത്തെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാൻ പറഞ്ഞു. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ച കൂട്ടത്തിൽ ആരും വ്യാകരണപരമായ എന്തെങ്കിലും സംശയം ചോദിച്ചായിട്ട് കാണുന്നില്ല. വാക്കർത്ഥം മാത്രമേ ചോദിക്കുന്നുള്ളൂ. വ്യാകരണമായിട്ട് സംശയമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. എല്ലാം ക്ലിയർ ആണ് അല്ലെ? ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സുവ്യക്തമാണ്. വ്യാകരണം, കർത്താവ്, കർമ്മം, ഫതഹായത്, കസ്റായത്, അല്ലെങ്കിൽ നസ്ബായത്, റഫ്ആയത്, ജറായത്, അതിനൊന്നും കാരണം ഒന്നും പറയാതെ തന്നെ നമുക്കറിയാം. അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത്, അതായത് അൽ ഹജ്ജു കമാ ഫി അഷ്ഹുരിൻ മാലൂമാത്ത്. അപ്പൊ അഷ്ഹുർ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ മാസവും അല്ല അറിയപ്പെടുന്ന മാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർണിതമായ മാസങ്ങളിലാണ്, ആ മാസങ്ങളിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നർത്ഥം. വിചാരിച്ച് ഇതൊരു ഹജ്ജിലല്ലാതെ ഹജ്ജ് ചെയ്താൽ എന്താവില്ല, ഹജ്ജ് സാധുവാവില്ല. അത് വേറെ കാര്യം. അതിലെ പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് ഹജ്ജ് മാസത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് യാത്ര പുറപ്പെടും. ആ സമയത്തോടെ എത്തണമെങ്കിൽ അതിനു മുമ്പ് യാത്ര പുറപ്പെടണം. അതേപോലെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പം അവരുടെ യാത്രാ സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ ദുൽഹജ്ജ് മാസം തന്നെ നാട്ടിലെത്തിക്കൊള്ളണമെന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത മാസമൊക്കെ എത്താം. അതിൻ്റെ അർത്ഥം ഈ മാസങ്ങളിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. ചടങ്ങുകൾ എന്നല്ല, ചടങ്ങുകൾ അഥവാ അതുമായി ബന്ധപ്പെട്ട ആരാധനാ കാര്യങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിൻ്റെതായ ആരാധനാ കാര്യങ്ങൾ നടക്കുന്നത്
ഹജ്ജ് മാസത്തിൽ തന്നെ നടക്കണം. 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ തന്നെ നടക്കണം. അതങ്ങനെ തന്നെയാണ്. എന്നാൽ അതുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഈ മാസങ്ങളിലാണ് നടക്കുന്നതെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ദുൽഖഅദ, ഹജ്ജ്, മുഹറം ഈ മാസങ്ങളിലാണ് നടക്കുന്നത്. അതാണ് അഷ്കുറും മാലൂമാത്ത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനങ്ങളോടെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കക്കാർക്ക് എല്ലാവർക്കും അറിയപ്പെട്ട മാസങ്ങളിലാണ്. فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. എന്താ ഈ പ്രയോഗത്തിന്റെ പേര്? ലാ റഫസ ലാ ഫുസൂഖ ലാ ജിദാല. എന്താ പ്രയോഗം? വർഗത്തെ നിഷേധിക്കാൻ. അപ്പൊ ഒരു തരത്തിലുള്ള റഫസും പാടില്ല, സംസർഗം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പാടില്ല. ലാ ഫുസൂഖ അധാർമിക കാര്യങ്ങളൊന്നും പാടില്ല. ലാ ജിദാല തർക്കം. ഫുസൂഖ് നമുക്കറിയാം, ഫസഖ യഫ്സുഖിൽ നിന്നും എന്താണ് ഫുസൂഖ്. റഫസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക കാര്യങ്ങൾ, അതേപോലെ അശ്ലീല കാര്യങ്ങൾ രണ്ടും അതിൽ പെട്ടതാണ് റഫസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതായിരിക്കും. നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ലാ ഫുസൂഖ ലാ ജിദാല, ഒരു തർക്കവും പാടില്ല. ഫിൽ ഹജ്ജ് വേളയിൽ, നമ്മൾ നമസ്കാരത്തിന്റെ വേളയിൽ എന്ന് പറയുന്ന പോലെ തക്ബീറത്ത് ഇഹ്റാം കഴിഞ്ഞിട്ട് നമസ്കാരം മാത്രം ചെയ്യുന്ന കാര്യമല്ല. നമസ്കാരത്തിലെ ആരാധന കർമ്മങ്ങൾ മാത്രമല്ല. ഹജ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇഹ്റാം ചെയ്തതിന് ശേഷം നമ്മൾ ചില കാര്യങ്ങൾ ഹറാമാക്കപ്പെടുന്നു എന്നതൊഴിച്ച് ബാക്കി സാധാരണ ജീവിതത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാടില്ല. ബാക്കി പൊതുവിൽ നമ്മൾ സാധാരണ ജീവിതത്തിലാണ്. അപ്പൊ അവിടെയും ലാ റഫസ ലാ ഫുസൂഖ ലാ ജിദാല അതൊന്നും ഇല്ല, അതൊക്കെ ഹറാമാണ് ഹജ്ജ് വേള. ഹജ്ജ് വേള എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തത് മുതൽ അതുവരെയുള്ള കാര്യമാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പക്ഷേ ഫുസൂഖും ജിദാലും ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. അനാവശ്യമായ തർക്കങ്ങളും അധാർമികത ഒരിക്കലും പാടില്ല. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലംഹു അല്ലാഹ്. അപ്പൊ യഅലംഹു മീമിന് എങ്ങനെ സുക്കൂൻ വന്നു? അത് യഅലമു എന്ന ക്രിയ ജസ്മാക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അമ്രായതുകൊണ്ട്. എന്താ? കൽപ്പന ക്രിയ ആയതുകൊണ്ടാ. അപ്പൊ ഇഫ്തഹ് എന്ന രീതിയിലാവുന്നിരിക്കുന്നത്. ഇഫ്തഹ് ഇഫ്തഹു. അതിന്റെ അത് കഴിഞ്ഞല്ലോ, അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തല്ലോ. ആകെപ്പാടെ അമ്രനാണ് ജസ്മ വരികയെന്ന് വിചാരിച്ചുകൊണ്ട് അത് എന്ത് അമ്രാണത്? എന്തെന്താണെന്ന് പറയും. നമ്മൾ തെറ്റെന്താണെന്ന് മനസ്സിലായാലേ ശരി. മഞ്ഞിന്റെ റിസൾട്ടാണ്. മൻ കഴിഞ്ഞാണ്ട് അത് ശ്രദ്ധിച്ചു വായിക്കട്ടോ. ഒരു കാര്യം കൂടെ നമ്മൾ ഒരു നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ. മൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ. അപ്പോ അതാണ് കണ്ടീഷൻ. അതാണ് ഒരു കാര്യം. അപ്പോൾ പിന്നീട് ഫാ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യം പറഞ്ഞു. ഫലാ റഫദ. രണ്ടാമത്തെ ഫാ ഉപയോഗിച്ചിട്ട് എന്ത് പറയും? അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മൻ ഫറദ, ഏതൊരുവൻ നിർബന്ധമാക്കിയോ, അതിന്റെ കാര്യം ബാക്കി എന്താണ്? പിന്നെ ഒരു ഫാ ഉപയോഗിച്ച് പറഞ്ഞില്ലേ, അതാണ് അതിന്റെ ബാക്കി കാര്യം. ഫലാ റഫദ വലാ ഫുസൂഖ വലാ ജിദാല. അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. മനസ്സിലായില്ലെങ്കിൽ അനങ്ങാതിരിക്കുക, ബാക്കി പിന്നീട് മനസ്സിലാവും. വമാ തഫ്അലു, എന്തൊന്ന് നിങ്ങൾ ചെയ്യുന്നുവോ, മിൻ ഖൈരിൻ, നന്മയാൽ എന്തൊന്ന് നിങ്ങൾ ചെയ്യുന്നുവോ, അതൊരു കണ്ടീഷനാണ്. വമാ തഫ്അലു, തഫ്അലൂന എന്ന് വന്നില്ലല്ലോ. വഇൻ തഫ്അലു എന്ന് പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. അതേപോലെയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ജസ്മ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്.
അപ്പോ ഒമാ തഫ്അലൂ എന്തും നിങ്ങൾ ചെയ്യുന്നുവോ മിൻ ഖൈരിൻ നന്മയാൽ യഅലംഹു അതിന്റെ റിസൾട്ട് എന്താണ്? അതിനെ അറിയുന്നു. യഅലം അറിയുന്നു, ഹു അതിനെ, അള്ളാഹ്. അള്ളാഹ് എന്ന കലിമത്ത് തൗഹീദാണല്ലോ, എന്താ ലഫ്ദുൽ ജലാലത്താണ് യഅലമുന്റെ കർത്താവ്. അതിൽ ചേർന്ന് വന്നിരിക്കുന്ന ഹു അതിന്റെ ഓബ്ജക്റ്റ് ആണ്. യഅലം ഹു അതിനെ അറിയും അള്ളാഹ്. അള്ളാഹ്. ബാക്കി ഓ തസവ്വദൂ. അപ്പൊ സാദ എന്ന് പറഞ്ഞാല് തസവ്വദ എന്ന് പറഞ്ഞാൽ സാദ് ഒരുക്കി കേട്ടോ. തസവ്വദ തസവ്വദ എന്ന് പറഞ്ഞാൽ സാദ് എന്ന് പറഞ്ഞാൽ പാഥേയം, വഴിയിൽ പോകുമ്പോൾ ഉള്ള വഴി യാത്രക്കുള്ള ഒരുക്കങ്ങൾ. അല്ലല്ല പൊതിച്ചോറ് വഴി കൊണ്ട ഭക്ഷണം. അത് തന്നെ പൊതിച്ചോറ്, വഴിയിൽ ഉപയോഗിക്കുന്ന ആഹാരം, അതാണ് സാദ്. അത് വേറെ കേട്ടോ. സാദ് യസീദു എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു. സാദ് യസീദു വർദ്ധിച്ചു. ഇവിടെ എന്താണ് സാദുൻ എന്ന് പറഞ്ഞാൽ ഈ വഴിയിലേക്കുള്ള വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണം, അതാണ് സാദ്. തസവ്വദ എന്നാണ് അതിന്റെ ക്രിയ. തസവ്വദ ഭക്ഷണം ഒരുക്കി, വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി. തസവ്വദ അതിന്റെ കൽപ്പനയാണ് തസവ്വദ, തസവ്വദ്, തസവ്വദൂ, തദക്കർ, തദക്കറൂ എന്ന് പറഞ്ഞ പോലെ. തസവ്വദ് തദക്കറ ഗ്രൂപ്പാണ്. തസവ്വദ് നീ ഭക്ഷണം, വഴിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കൂ. തസവ്വദൂ നിങ്ങൾ പാഥേയം ഒരുക്കൂ. ഇന്ന ഖൈറസ്സാദി അപ്പൊ നിങ്ങൾ കൊണ്ടുപോകാനുള്ള ആഹാരമൊക്കെ കരുതിക്കൊള്ളുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖൈറസ്സാദി പാഥേയത്തിൽ ഏറ്റവും ഉത്തമമായത്, വഴിയിൽ കൊണ്ടുപോകാനുള്ള ആഹാരത്തിൽ ഏറ്റവും ഉത്തമമായ ആഹാരം എന്താണ്? അത്തഖ്വ, ദൈവഭക്തിയാണ്. അത് നമുക്ക് എത്രയും വളരെ നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ യാത്രയിൽ എല്ലാ നിലയ്ക്കുള്ള അബദ്ധങ്ങളിലും ചെന്ന് പെടാം, കബളിപ്പിക്കപ്പെടാം, അതേപോലെ നമ്മൾ തെറ്റിലാകപ്പെടാം. നമ്മളെ വീട്ടിൽ നിന്നകന്ന് നിൽക്കുകയാണ്, നമ്മളെ നാട്ടുകാരൊന്നും വീട്ടുകാരൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റിലാകപ്പെടാം. അതേപോലെ നമ്മൾ പരിഹസിക്കപ്പെടാം. പല നിലയ്ക്കും നമ്മൾ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ളതാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വഴിയിലുള്ള ആഹാരത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? ദൈവഭയമാണ്. അതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര തന്നെ ബിരിയാണിയും പൊതിച്ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. പിന്നെ നീ എന്ന് നീട്ടുണ്ട് കേട്ടോ, നീ എന്നെ. പക്ഷെ അവിടെ നീട്ട് പാലനമില്ല. എന്താ പറയാ, ഹബ്സിന്റെ റിവായത്ത് അനുസരിച്ച് അവിടെ എന്തില്ല, ദീർഘമില്ല. തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്നെ പേടിച്ച് ജീവിച്ചോളയും, എന്നെ സൂക്ഷിച്ച് ജീവിച്ചോളയും. ഉലിൽ അൽബാബ്, ലുബ് കാമ്പ്, അകക്കാമ്പുള്ളവരെ എന്ന് പറഞ്ഞാൽ അകക്കാമ്പ് ബുദ്ധിയും വിവേകമൊന്നും ഇല്ലാത്തവരാണ്. എന്ത് ചെയ്യുന്നത്, വഴിവക്കൽ എല്ലാ തമാശയും കളിയും കണ്ടുവയ്ക്കുകയും ചെയ്യും, എല്ലാ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. അങ്ങനെ അവസാനം അവര് ലഭ്യരായി മടങ്ങി വരും. അപ്പൊ അങ്ങനെ നിങ്ങൾ പെട്ടുപോകരുത്. ലൈസ അലൈക്കും ജുനാഹൻ. ജുനാഹ് എന്താ? കുറ്റം. ലാ ജുനാഹ അലൈക്കും നമ്മൾ നേരത്തെ ഓടിച്ചിട്ടുണ്ട്. ലൈസ അലൈക്കും ജുനാഹൻ, നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പൊ ഇത് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ, ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്കി നമ്മൾ നോർമൽ ലൈഫിലാണ്. അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്യാം? വിലക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് ഹജ്ജിന്റെ കാര്യം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ലാ റഫസ ലാ ഫുസൂഖ ലാ ജിദാല എന്ന് പറഞ്ഞില്ലേ, അതൊന്നും പാടില്ല. ഓക്കെ, തല മറയ്ക്കാൻ പാടില്ല. പിന്നെ
പുരുഷന്മാർക്ക് തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഷേപ്പിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ കുറെ കാര്യങ്ങൾ ഉണ്ട്. മുടി മുറിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. മുടി മുറിക്കലും നഖം മുറിക്കലൊക്കെ എന്ത് വേണം? നേരത്തെ ചെയ്യണം. ഹജ്ജിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധദ്രവ്യം നേരത്തെ ഉപയോഗിക്കാം. പെണ്ണുങ്ങൾക്ക് പാടില്ല. അതാർക്കും പാടില്ല. ലാ റഫസ എന്ന് പറഞ്ഞില്ലേ, അശ്ലീല കാര്യങ്ങൾ, ലൈംഗിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വിവാഹം നിക്കാഹ് നടത്താൻ പാടില്ല. വിവാഹാലോചന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വൈകാരികമായ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഗുരുതരമായ തെറ്റെന്ന് പറഞ്ഞില്ലേ, വൈകാരികമായ രീതിയിലുള്ള നോട്ടം, ഭാവം, അതൊന്നും, സ്പർശനം ഒന്നും പാടില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും പാടില്ല. അതേപോലെ വേട്ട നടത്താൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ അവിടെ നിഷിദ്ധമായ വാക്കും പ്രവൃത്തിയും ഒന്നും അതിൽ ഹജ്ജിൽ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യം. ഈ പറഞ്ഞെല്ലാം പൊതുവാണ് കേട്ടാ. പിന്നെ പുരുഷന്മാർക്ക് ഉള്ള കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആകൃതിയിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ശരീരത്തിന്റെ ഷേപ്പിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. അപ്പൊ സോക്സ് ധരിക്കാൻ പാടില്ല, കയ്യുറ ധരിക്കാൻ പാടില്ല, അതേപോലെ ജെറ്റ് ധരിക്കാൻ പാടില്ല, ഷർട്ട് ധരിക്കാൻ പാടില്ല, അതേപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ബനിയൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. സോക്സ് ഒന്നും പാടില്ല. വേണമെങ്കിൽ ചരട് കെട്ടാം, ബെൽറ്റ് കെട്ടാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മോതിരം, വാച്ച്, കണ്ണട എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തല മറയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ, അതെ പുരുഷന്മാര്. അതുപോലെ തലയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നും പാടില്ല പുരുഷന്മാർക്ക്. കുട പിടിക്കാം, വൃക്ഷത്തിന്റെയോ ടെന്റിന്റെയോ തണലൊക്കെ ഇരിക്കാം, കുഴപ്പമില്ല. തല മറയ്ക്കാൻ പാടില്ല. അതേസമയം എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ ചുമന്നുകൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല. അത് വെയിറ്റുള്ള സാധനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്, തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നതിന് കുഴപ്പം. സ്ത്രീകൾക്ക് കയ്യുറയും മുഖംമൂടിയും ധരിക്കാൻ പാടില്ല. ബാക്കി ശരീരത്തിന്റെ ഷേപ്പിലുള്ള വസ്ത്രങ്ങളൊന്നും ഒക്കെ ധരിക്കുന്നതിന് കുഴപ്പമില്ല. കയ്യുറയും മുഖമക്കനയും പാടില്ല. മുഖം മറയ്ക്കുന്ന മക്കനുണ്ട്, അതുപോലെ. എന്നാൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ വെച്ച് മറയ്ക്കേണ്ടി വന്നാൽ മറയ്ക്കാം എന്നും കാണാം. ഓക്കെ. അപ്പോ ഈ ഇതൊഴിച്ച് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം? പല കാര്യങ്ങളും അനുവദനീയമാണ്. ഹലാലായ പല കാര്യങ്ങളും അനുവദനീയമാണ്. അതാണ് പറഞ്ഞത്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ല. കൂട്ടത്തിൽ കച്ചവടം നടത്താം. വിചാരിച്ച് സ്മഗ്ലിംഗ് നടത്താൻ പോവാന്നല്ലേ പറഞ്ഞിട്ട്. ചില ആൾക്കാർ ഹജ്ജാണെന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ നിന്ന് ഈ സാധനങ്ങളുണ്ടെന്ന് ഇവിടെ നിന്ന് വിൽക്കും. അങ്ങനെ കള്ളക്കടത്ത് അതുപോലുള്ള കാര്യങ്ങളൊന്നും എന്തായിരുന്നാലും അതൊരു മുസ്ലിമിന് പാടില്ല. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതെന്താണ്? ഫുസൂക്കിൽ പെട്ട കാര്യമാണ്. അങ്ങനെയൊന്നും ആ പേരും പറഞ്ഞൊന്നും പോയിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് സ്വർണം വാങ്ങിച്ച് ഇവിടെ കൊണ്ട് നിൽക്കലെല്ലാം എന്താണ്? ഹറാമായ സംഗതിയാണ്. അപ്പൊ സാധാരണ നിലയ്ക്കുള്ള കച്ചവടങ്ങളൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ഇടയ്ക്ക് വല്ല ജോലിയൊക്കെ ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുത്ത് കാശ് വാങ്ങിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഹജ്ജിന്റെ കാര്യങ്ങളിലൊന്നും വിഘ്നം വരാൻ പാടില്ല എന്ന് മാത്രം.
എന്തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യം തേടുന്നതിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമാന മാർഗം തേടുന്നതിന് കുഴപ്പമില്ല. അപ്പൊ മുൻകാലങ്ങളിൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഹജ്ജിന്റെ ചെലവൊന്നും കയ്യിലുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കൂട്ടത്തിൽ അവരിവിടെ നിന്ന് പോകും. അപ്പോൾ ദുൽഖഅദ് മാസത്തിൽ പോകും. അപ്പോ അവിടെ വഴിയാത്രയിൽ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരേണ്ട സമയം അനുസരിച്ച് പോകും. പോകുന്ന കൂട്ടത്തിൽ കച്ചവടം ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും പണി ചെയ്യും, വരുമാനം ഉണ്ടാക്കും, യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഭക്ഷണമായിരുന്നാലും യാത്രാ ചെലവുകളായിരുന്നാലും ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ പോകും, ഹജ്ജ് ചെയ്യും, തിരിച്ചു വരുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അതൊരു വരുമാനം, അങ്ങനെ ചെലവ് ഒക്കെ അതിന് കണ്ടെത്തിക്കൊണ്ട് ഹജ്ജ് ചെയ്തിരുന്നു. അതിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. മിൻ അറഫാത്തിൻ, അപ്പം അറഫയിൽ നിൽക്കൽ എന്താണ്? നിർബന്ധമായ ഹജ്ജിന്റെ നിർബന്ധമായ കാര്യം. ഹജ്ജിന്റെ നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടതാണ് അറഫയിൽ നിൽക്കൽ. അങ്ങനെ അറഫാത്ത് എന്ന് പറഞ്ഞാൽ അറഫ മൈതാനം, അതിന് അറഫാത്ത് എന്നും പറയും. അറഫയിൽ നിന്നും അഫൗത്തും, അഫാദ എന്ന് പറഞ്ഞാൽ എന്താ? പിരിഞ്ഞു പോയി, ഒഴുകിപ്പോയി എന്നൊക്കെ ഉണ്ട്. ഇത് അഫൗത്തും മിൻ അറഫാത്തിൻ, അങ്ങനെ നിങ്ങൾ അറഫാത്തിൽ നിന്നും നിങ്ങൾ പിരിഞ്ഞു പോയാൽ. അപ്പൊ അവിടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ അങ്ങ് ഒഴുകി പോവാണ്. എങ്ങനെ നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. അറഫയിൽ നിന്നും പോകുന്നത് ഒരു ഒഴുക്കാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ ജനങ്ങളുടെ തലകൾ മാത്രമേ കാണാൻ പറ്റൂ. അതൊഴുക്കായിരിക്കും. അതുകൊണ്ട് അഫാദ എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഇതാ അഫാദുത്വം, അഫാദ യുഫീദു. അപ്പോ അഫാദ യുഫീദു, അതുപോലെ ക്രിയത നമ്മൾ പഠിച്ചത് അൻസല യുൻസിലുമാണ്. അഫാദ യുഫീദു അൻസല യുൻസിൽ ഗ്രൂപ്പാണ്. പക്ഷെ അവിടെ ഇടയ്ക്ക് എന്തുണ്ട്? ഇടയ്ക്ക് ദുർബലാശമുണ്ട്. അതാണ് അതായുത്തിയോ ഇസാക്കില്ലാഹു ഖൈറൻ, അതായുത്തിയോ പോലെ. അപ്പം അത്താഴ്ത്തും നിങ്ങൾ അനുസരിച്ചു, അതേപോലെ അഫൗത്തും നിങ്ങൾ ഒഴുകിപ്പോയി, നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞുപോയി. പിന്നെ അറഫയിൽ നിന്നും നിങ്ങൾ, നമ്മൾ പിരിഞ്ഞു പോകാനുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് തിരിഞ്ഞങ്ങ് പോവാണ്. ഇവിടെ അങ്ങനെ പിരിയൽ കാണൂല, നടക്കാൻ പറ്റില്ല. വാഹനത്തിരുന്നാല് വാഹനം എന്തായാലും ഉറുമ്പ് എഴുതുന്നതിനേക്കാളും വേഗത കുറഞ്ഞിട്ടായിരിക്കും സഞ്ചരിക്കുക. അങ്ങനെ നിങ്ങൾ ഒഴുകിയാൽ മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്നും ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അറുൽ ഹറാം, മശ്അറുൽ ഹറാമിൽ വെച്ച്, മുസ്ദലിഫയിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളയെ ഓർക്കുക. മുസ്ദലിഫയിൽ രാപ്പാർക്കണം. അപ്പൊ അവിടെ നിന്ന് മഗ്‌രിബിന് പുറപ്പെടും. അസ്തമയം വരെയാണ് അവിടുത്തെ സമയം, അറഫയിൽ സമയം. അസ്തമയം കഴിഞ്ഞാൽ മശ്അറുൽ ഹറാം എന്നാണ് മുസ്ദലിഫയ്ക്ക് പറയുന്ന പേരാണ് കേട്ടാ. മശ്അറുൽ ഹറാം. ഓക്കെ, മുസ്ദലിഫയ്ക്ക് പറയുന്ന പേരാണ് മശ്അറുൽ ഹറാം. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അറുൽ ഹറാം, മുസ്ദലിഫയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രാപ്പാർക്കുക എന്ന് പറയുന്നതിന് പകരമാണ് അവിടെ നിങ്ങൾ അള്ളയെ ഓർമ്മിക്കുക. അപ്പൊ മഗ്‌രിബ് അസ്തമയം കഴിഞ്ഞാൽ വേണ്ടി കാത്തിരിക്കും. കാരണം അവിടെ നിന്ന് പെട്ടെന്ന് പോകണം, എന്നാല് അടുത്ത സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ സമയത്ത് എത്താൻ പറ്റും. അപ്പോ അസ്തമയം വരെയാണ് അവിടുത്തെ സമയം. അപ്പൊ അസ്തമയം വരെ നിന്ന് കഴിഞ്ഞാൽ, അറഫയിൽ ചിലവഴിച്ചാൽ അവിടെ നിന്ന് അസ്തമിക്കുന്നതോടുകൂടി അവിടെ നിന്ന് പോകും. അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ നിൽക്കൂല. മഗ്‌രിബ് ഇശായും പോയിട്ട് അവിടെ ജമ്മാക്കി മുസ്ദലിഫ വെച്ച് താമസിക്കുന്നു. അവിടെ എന്ത് ചെയ്യാ?
ഫസ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, അവിടെ വെച്ച് നിങ്ങൾ മുസ്ദലിഫയിൽ പാർക്കുകയും അവിടെ ദിക്റൊക്കെ ചൊല്ലി കഴിച്ചു വിടുകയും ചെയ്യാം. വദ്കുറൂഹു, അവിടെ കിടന്നുറങ്ങിയാൽ മതി കേട്ടോ, കിടന്നുറങ്ങി പോകും. അങ്ങനെ അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഒരു പരുവാവും. പിന്നെ അവിടെ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും കിടക്കുന്നു, അവിടെ നമ്മളും കിടക്കുന്നു. കിടക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമൊന്നുമില്ല അവിടെ. അപ്പോ ഉറങ്ങിയത് എങ്ങനെയാണ്, കിടന്നത് എങ്ങനെയാണെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വദ്കുറൂഹു കമാ ഹദാക്കും, അതായത് എന്താ അർത്ഥം? നേർമാർഗത്തിൽ കാണിച്ചു. അപ്പൊ വഴി കാണിച്ചു തന്നു, നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. നിങ്ങൾക്ക് അവൻ വഴി കാണിച്ചു തന്നതുപോലെ നിങ്ങൾ അവനെ ഓർക്കുക. ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്നെന്താ, കമാ ഹദാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയവൻ, അതിനാൽ നിങ്ങൾ അവനെ ഓർക്കുക. കാരണം അള്ളാഹ് കാരണമായിട്ടാണ് നമ്മൾ ഒരു സൽപന്ഥാവിൽ കഴിഞ്ഞുകൂടുന്നത്. അത് നമ്മൾ ഇതിന് പുറത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവും. അത് നിങ്ങളെ പ്രോബ്ലം ആയിരിക്കും. ആർക്കെങ്കിലും സൗണ്ട് കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഇല്ല. കുഴപ്പമുണ്ട്. നിങ്ങളവിടെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. നമ്മളവിടെ ഒപ്റ്റിക്കൽ ഫൈബർ സ്പെഷ്യൽ കണക്ഷൻ ഉള്ളത്. മാത്രമല്ല എല്ലാ സംവിധാനങ്ങളും പരമാവധി എന്താ പറയാ കുഴപ്പമില്ലാത്ത സംവിധാനങ്ങൾ ഉപയോഗിക്കും. ശരി. മാത്രമല്ല ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വരും നിങ്ങളുടെ നെറ്റ് പ്രോബ്ലം ആണ്. അങ്ങനെയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഇത് ഇലക്ട്രിക് കണക്ഷൻ അല്ല, ബാറ്ററിയിൽ കൊടുത്തിട്ടാണ് ഇത് കണക്ട് ചെയ്തത്. ഇലക്ട്രിക് പവർ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എന്താ പറയുക ഷോർട്ട് വരാം. അത് വരെ നമ്മൾ ബാറ്ററി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ കമ ഹദാക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ജനിച്ച് ജീവിച്ച് നമ്മളെ ഫോർ ഫാദേഴ്സ്, നമുക്കറിയുന്ന ഉപ്പമാരെല്ലാം ഉമ്മമാരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അല്ലാത്തവരുണ്ടാവും കേട്ടോ കൂട്ടത്തിൽ, ഇതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം അങ്ങനെ മുൻഗാമികളൊക്കെ മുസ്ലിങ്ങളായിരുന്നവരെ സംബന്ധിച്ചോളം നമുക്ക് ഇതിന്റെ വാല്യൂ അറിയും. അങ്ങനെ അല്ലാത്തതെന്ന് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ളവരെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ആരാധനയിൽ കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ല, ജീവിതത്തിന് കൃത്യമായ ഒരു മാർഗദർശനം, ഒരു ദിശാബോധമില്ല. എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ലല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വൈവാഹിക ജീവിതം എന്താണ്, അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, ഒരു ഫിക്സഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലല്ലോ. ചെയ്യുന്നു, കേസായി കോടതിയിലായി, അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കേസ് ഉണ്ടാകും. നമ്മളും കേസും കോടതിയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അത് അനാവശ്യ സംഭവം, അത് വേറെ. പക്ഷേ അതൊന്നുമില്ല. ഇവിടെ ഇസ്ലാമിൽ എല്ലാ ഗൈഡ്ലൈൻസും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വദ്കുറൂഹു കമാ ഹദാക്കും, നിങ്ങളെ അവൻ വഴി കാണിച്ചു തന്നു, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവനെ ഓർക്കുക. ഇനി എങ്ങനെ ദിക്ർ ചെയ്യണം, എങ്ങനെയാണ് അള്ളാഹ് ഓർക്കേണ്ടത്? അള്ളാഹ് എന്ത് പഠിപ്പിച്ചെന്നു അതേപോലെ ഓർക്കണം. അതേപോലെ ദിക്ർ അല്ലേ. ദിക്ർ ചെല്ലുമ്പോൾ അള്ളാഹ് ഓർമ്മിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഖുർആൻ ആദ്യന്തം വായിച്ചു നോക്കണം. നമ്മൾ കുറെ ഒച്ചയിലല്ല ദിക്ർ എന്ന് പറയും. നമ്മൾ ചിലവും വിചാരിക്കും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഇതാണ് ദിക്ർ എന്ന് വിചാരിക്കും. അപ്പൊ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ദിക്ർ എന്ന്. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും, ഓരോ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ അതുമായിട്ട് അതിനേക്കാളും ചെറിയ എന്നോ എന്ത് പറഞ്ഞാലും എങ്ങനെ വിശദീകരിച്ചാലും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ അള്ളയെ അനുസരിച്ചു കൊണ്ടാണോ, അള്ളയുടെ ദൂതനെ അനുസരിച്ചു കൊണ്ടാണോ ജീവിക്കുന്നതെങ്കിൽ അതാണ് ദിക്ർ എന്ന്. അപ്പൊ എല്ലാ ഇപ്പോഴും അള്ളയെ ഓർക്കുക. നമ്മൾ പഠിക്കാൻ നേരത്തെ അള്ളയെ ഓർക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നല്ല. ഭക്ഷണം കഴിയുമ്പോൾ അള്ളയെ ഓർക്കുന്ന പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക എന്നുള്ളത്. അത് മാത്രമല്ല, അത് പറയണം. അതെന്താണെന്ന് പഠിപ്പിച്ച് അത് പറയാം. പക്ഷെ അവിടെ എല്ലാം അള്ളാഹിന്റെ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതേപോലെയാണ് നിങ്ങൾ അവനെ ദിക്ർ ചെയ്യാൻ. എന്താണ് ദിക്ർ ചെയ്യാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിച്ചതെന്ന് അവിടെ അതേപോലെ വദ്കുറൂഹു കമാ ഹദാക്കും, ഇത് ഒന്നിലധികം പ്രാവശ്യം അൽ ബഖറയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വദ്കുറൂഹു കമാ അല്ലമക്കുമുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ. നിങ്ങളെ അള്ളാഹ് പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെ ഇനി പഠിക്കാൻ പോണത്. ഇനി ബഖറയുടെ അവസാനം വരും. ഇവിടെ വദ്കുറൂഹു കമാ ഹദാക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ്
അവൻ വഴി കാണിച്ചു തന്നത് അതേ രീതിയിൽ അവനെ ദിക്ർ ചെയ്യുക. അപ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയണം. പക്ഷെ ജീവിതത്തിൽ മൊത്തം ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദിക്റാവില്ല. അത് പറയണം. അതോടൊപ്പം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓർമ്മിക്കുകയും വേണം. وَإِن كُنتُم مِّن قَبْلِهِ لَمِنَ الضَّالِّينَ لَمِنَ الضَّالِّينَ അപ്പോൾ നിങ്ങൾ ളാലീൻ ആയിരുന്നു. മിൻ ഖബ്ലിഹി ഇതിനു മുമ്പ്, അഥവാ ഹിദായത്തിലേക്ക് വരുന്നതിന് മുമ്പ്. ഹിദായത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിദായത്തിലല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇതിന് പുറത്ത്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിന്റെ പന്ഥ ഉണ്ടല്ലോ, ശരിയായ ഒരു നടപടിക്രമം, ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഖബ്ലിഹി ല മീന, തീർച്ചയായും ആയിരുന്നു. മിനദ്ദാലീൻ, വഴിതെറ്റിയവരിൽ പെട്ടവൻ, വഴിതെറ്റിയവരുടെ കൂട്ടത്തിൽ ആയിരുന്നു ളാലീൻ. നമ്മൾ എന്നും പ്രാർത്ഥിക്കുമല്ലോ, വയൽ മഹബൂബി അലൈഹിം വലദ്ദാലീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന്. ലമിന എന്ന് പറഞ്ഞാല് തീർച്ചയായും ലമിന ഇല്ല, തീർച്ചയായും. ഇനിയും മിനയുടെ അർത്ഥം ചോദിച്ചോണ്ടിരുന്നാല് ഇപ്പോഴും നിങ്ങൾ എ ഫോർ ആപ്പിൾ ആണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോയ്, എല്ലാ ദിവസവും ഇത് തന്നെ പറയാ? അല്ല 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 വാനമിനൽ മുസ്ലിമീൻ എന്നും പറയുന്നുണ്ടോ നിങ്ങള്? വജ്ജത്ത് വജിയാണോ ഓതുന്നത് നമസ്കരിക്കുമ്പോ? വാനമിനൽ മുസ്ലിമീൻ പറയുന്നുണ്ട്. പിന്നെ അമാനമിനൽ മുശ്രിക്കീൻ പറയുന്നില്ലേ? പറയുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇതിന്റെ അർത്ഥം കിട്ടുന്നില്ലേ പറയാൻ പറഞ്ഞു. കിട്ടുന്നില്ലേ പറയണം. അത് വായിച്ചു നോക്കാൻ വായിച്ചു നോക്കിയോ? നിങ്ങൾ എന്ത് ചെയ്യാ? രാവിലെ എഴുന്നേറ്റിട്ട് ഒരുപാട് വിശദീകരണം പറയരുത് കേട്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു സമയം എങ്കിലും ഇരുന്നിട്ട് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള സമയം എഴുതി വെക്കുക. 15 മിനിറ്റ് ഇടവിട്ട്. രാവിലെ 3 മണിക്കാണ് എഴുന്നേക്കുന്നതെങ്കിൽ 3 AM, അടുത്തത് 3:15 AM, അടുത്തത് 3:30 AM. അങ്ങനെ ഓരോ 15 മിനിറ്റ് ഇടവിട്ട് ഒരു പേപ്പറിൽ എഴുതണം, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചോളൂ. നോട്ട്ബുക്ക് വാങ്ങിയിട്ട് എഴുതണം. 15 മിനിറ്റ് ഇടവിട്ടിട്ട് എഴുതണം. എന്നിട്ട് ആ ഓരോ 15 മിനിറ്റ് ഇടയിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ആ നോക്കിയിട്ട് എവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, എവിടെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റും, ഏത് എന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിലുള്ളത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കുക. മാറ്റാൻ പറ്റാത്തത് എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ അന്ന് എന്നെ കാണിക്കണ്ട. മാറ്റാൻ പറ്റാത്തത് മാറ്റാൻ പറ്റൂല, എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം ഒരു 3 മുതൽ കിടക്കുന്ന 11 മണി വരെ എഴുതിയിട്ട് ഇരിക്കും. എനിക്ക് നിങ്ങളെ വിഷയങ്ങൾ കാണാമെന്നല്ല പറഞ്ഞു. എനിക്ക് മാറ്റാൻ പറ്റൂല. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന 3:15 മുതൽ 11 വരെ, രാത്രി 11 വരെ. ഇപ്പൊ നിങ്ങൾ എന്തായിരുന്നാലും ഈ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ രാവിലെ 3:15 നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട്. അത് 11 മണിക്ക് ആയിരിക്കും നിങ്ങൾ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുവരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന പോലെ കിടക്കുന്നവരുടെ സമയത്ത് എന്ത് ചെയ്യും എന്ന് എന്ത് ചെയ്യുക? അവിടെ ഖുറാനാണ്, ഹദീസാണ്, പിന്നെ അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തുക. അല്ല, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, പറ്റാത്തതാണ് എങ്കിൽ അത് മൊത്തം എനിക്ക് അയച്ചു. മാറ്റാൻ പറ്റാത്തതാണ് എന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചു. അവിടെ എന്ത് പണി ചെയ്യുന്നെന്ന് എനിക്കറിയണ്ട. അങ്ങനെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ പുനർവിചിന്തനം നടത്തേണ്ടതാണ്. കാരണം അള്ളാഹ് പറഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ. എനിവേ, അപ്പൊ വായിച്ചു നോക്കണമായിരുന്നു. രാത്രി ഉറങ്ങലല്ല, ഉറങ്ങാനേ പറ്റില്ല. മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കല്ല, പിന്നെ
ചികിത്സ ചെയ്യുന്നുണ്ടോ? ഇപ്പന്റെയും ഉമ്മന്റെയും കൂടെ ആയതുകൊണ്ട് ഒന്നും പറ്റൂല. ചികിത്സ ചെയ്യുന്നുണ്ടോ നിങ്ങള്? സ്വന്തം ചികിത്സ ഇല്ല, ചെയ്യുന്നുണ്ടോ? ഒന്നും ഒരു ചികിത്സ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ചികിത്സ ചെയ്യുന്നില്ല. ഇല്ല. ഇപ്പൊ എന്റെ ഉമ്മേന്റെ സേവനത്തിലാണ്. ആണ്. എന്തായാലും രാത്രി ഉറങ്ങലൊന്നും രാത്രി അത് സ്വ- ഉറങ്ങലില്ല. അത് സ്വർഗം കിട്ടുന്ന പണിയാണ്. അപ്പൊ ഞാൻ പകരത്തില് ക്ഷമിക്കുക. ഓക്കെ. അപ്പൊ ല മിനദ്ദാലീൻ, ല തീർച്ചയായും മിനദ്ദാലീൻ. അപ്പൊ ഇൻ കുന്തും എന്ന് പറഞ്ഞാൽ ഇന്നിന് ഇവിടെ തീർച്ചയായും എന്നാണ് അർത്ഥം കേട്ടോ. ഇന്നിന് തീർച്ചയായും എന്ന അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? ഇൻ കുന്തും, തീർച്ചയായും നിങ്ങളായിരുന്നു. ഇന്നയ്ക്ക് പകരം വന്നതാണ്. ഇന്നയ്ക്ക് പകരം ഷെദ്ദില്ലാത്ത നൂന് വരും. അതിൽ പെട്ടതാണ് ഇത് ഇൻ കുന്തും. അപ്പൊ തീർച്ചയായും നിങ്ങളായിരുന്നു. മീൻ കബലിഹി, അതിനു മുമ്പ്, നിങ്ങളെ ഹിദായത്തിലാക്കുന്നതിന് മുമ്പ്. ല മിനദ്ദാലീൻ, തീർച്ചയായും വഴിതെറ്റിയൽപ്പെട്ടവനായിരുന്നു. ഇവിടെ കുറെ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫസഖ യഫ്സുഖു ഫുസൂഖ് ഫിസ്കുൻ വ ഫുസൂഖുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ ജാവസ ഹുദൂദ ശറഇ, നിയമത്തിൽ നിന്ന് എന്താണ്? പരിധി വിട്ടുപോകലാണ്. ഖറജ മിൻ തഅത്തില്ല, അള്ളാഹിന്റെ അനുസരണത്തിൽ നിന്നും വിട്ടുപോയതിനെ ഫുസൂഖ് എന്ന് പറയും. ഇൻ ഗമസ ഫിൽ മലദ്ദാത്തി, നമ്മൾ പറയുന്ന അടിപൊളി എന്ന് പറയുമല്ലോ. എൻജോയ്മെന്റിൽ മുങ്ങി കുളിക്കുക, അതിനും ഫുസൂഖ് എന്ന് പറയും. അതൊക്കെ എന്താണ്? ഫുസൂഖിൽപ്പെട്ടതാണ്. അതുപോലുള്ള കാര്യങ്ങളൊന്നും ഹജ്ജിൽ പാടില്ല. അതേപോലെ മായെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. മായെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. മാ ഷർത്തിയ, മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നിന്റെ അർത്ഥത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇൻ രണ്ട് ക്രിയയ്ക്ക് ജസ്മി ചെയ്തത് പോലെ തന്നെ ഉപാധിയുടെ മാ വന്നാൽ ആ മായും ചെയ്യും രണ്ട് ക്രിയകൾക്ക് ജസ്മി ചെയ്യും. അതാണ് വമാ തഫ്അലൂ, ഫലൂനയുടെ നാ പോയിട്ട് അവിടെ ജസ്മി ചെയ്തു. യഅലം ഹുല്ലാഹ്, യഅലമിന്റെ മീമിന് സുക്കൂൻ ചെയ്തു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ മുസ്ദലിഫയിൽ രാപ്പാർത്ത് അവിടെ എന്ത് ചെയ്യും? അവിടെ ഞാൻ നേരത്തെ രാപ്പാർത്ത് ചോദിച്ചതില്ലേ? മുസ്ദലിഫയിൽ രാപ്പാർത്തിട്ട് മുസ്ദലിഫയിൽ അഫദ്തും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അറുൽ ഹറാം, മശ്അറുൽ ഹറാമിന് അടുത്ത് വെച്ച് എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? അവിടെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മഗ്രിബും ഇശായും അവിടെ നമസ്കരിക്കണം. അവിടെ വെച്ചാണ് ജമാഅത്ത് നമസ്കരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ട് ഫജ്ർ നമസ്കാരവും അവിടെ തന്നെ നമസ്കരിക്കണം. ഫജ്ർ നമസ്കരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പുറപ്പെടുന്നത്. ഫസ്കുറൂഹു കമാ ഹദാകും ഇൻ കുന്തും മിൻ ഖബ്ലിഹി ലമിന ദ്ദാലീൻ സുമ്മ അഫീദു, പിന്നീട് നിങ്ങളെ ഒഴുകണം. പിന്നീട് അവിടെ നിന്ന് ഒരു ഒഴുക്കാണ്. മിൻ ഹൈസു അഫാദൻ നാസ്, എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ നിങ്ങളും പോവുക. ജനങ്ങൾ ഹൈസു പോലെ, ഹൈസു അഫാദൻ നാസ്, ജനങ്ങൾ പോകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിന്ന് ഒഴുകി പോവുക. വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹയോട് പാപമോചനം തേടാൻ മറക്കരുത്. കാരണം ഇതെല്ലാം എന്താണ്? ഒരു തിരക്കാണ്, തിരക്കാണ് ആ സമയത്ത്. പല സംഗതികളാലും ധൃതിയും തിരക്കും അതുപോലുള്ള കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകും. അപ്പോഴൊന്നും നമ്മൾ ആ ലക്ഷ്യം എന്താണ്? ഹജ്ജാണ്. ഇവിടെ മഹാന്മാരുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ സഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നടന്ന വഴികളാണ്, സ്ഥലങ്ങളാണ്. അവരുടെ പാദസ്പർശനേറ്റ മണ്ണാണ്. ആ മണ്ണെല്ലാം പോയി, പുതിയ മണ്ണുകൾ വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് അള്ളാന്റെ മാർഗത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു വലിയ ജിഹാദാണ്, ഒരു വലിയ ത്യാഗ പരിശ്രമമാണ്. അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഒരു വലിയ ത്യാഗ പരിശ്രമമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് മഹാന്മാര് അതുവഴി കടന്നു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതം നമ്മൾ ഓർക്കണം. അള്ളയോട്
പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം. കാരണം പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം. മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണ്? നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സ്ഥലം മീഖാത്തുണ്ടല്ലോ, ആ മീഖാത്ത്, പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം എന്താണ്? പ്രാർത്ഥന സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നിരന്തരം പ്രാർത്ഥനയും പൊറുക്കലിനെ തേടലുമാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. അങ്ങനെ നിരന്തരം നമ്മൾ റമദാനിലാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകൽ നോമ്പ്, നമസ്കാരമാണെങ്കിൽ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ, അതേസമയം ഹജ്ജാണെങ്കിൽ അവിടം മുതൽ അത് അവസാനിക്കുന്നത് വരെ. അപ്പൊ സുദീർഘമായ ഒരു ആരാധന കൂടിയാണ് ഹജ്ജ്. നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് കൈകെട്ടിയതുപോലെ സലാം വീട്ടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒറ്റ നൃത്തത്തിലല്ല. അപ്പൊ അവിടെ ഫ്ലെക്സിബിൾ ആണ്. ആ കൂട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു പോകും, സംസാരങ്ങളിൽ ഏർപ്പെട്ടു പോകും, തർക്കങ്ങളിൽ ഏർപ്പെട്ടു പോകും, ദേഷ്യം പ്രകടിപ്പിച്ചു നമ്മൾ കിടന്നതിന് അടുത്ത ഒരാൾ ഒന്ന് കിടന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഒരാൾ അങ്ങോട്ട് എടുത്തു അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്തു. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും തർക്കങ്ങളും വിതർക്കങ്ങളും ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല എന്ന് എടുത്തു പറഞ്ഞത്. അതൊന്നും ഒരു സമയത്തും പാടില്ല, പക്ഷെ ഹജ്ജിൽ പ്രത്യേകിച്ചും പാടില്ല. അപ്പൊ അതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ ഇസ്തിഗ്ഫാറിലും അതേപോലെ ദുആയിലും തസ്ബീഹിലും ദിക്റിലും അള്ളാഹെ ഓർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളിലും മഹാന്മാരെ അവരെ കടന്നുപോയ മഹാന്മാരെ ഓർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളിലും റസൂലിനെ ഓർമ്മിക്കുന്ന കാര്യത്തിലൊക്കെയാണ് നമ്മളെ മനസ്സ് ബന്ധിപ്പിച്ചിടേണ്ടത്. അപ്പൊ അത് ഇസ്തിഗ്ഫാറിന് മറക്കാൻ പാടില്ല. ഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു വരുന്നവനും പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഖളൈതും മനാസിക്കക്കും, ഇവിടെ മനാസിക് എന്താ? ആരാധനാ ചടങ്ങുകൾ. മൻസക്കും ജമ്മ് മനാസിക്, ആരാധനാ കാര്യങ്ങൾ, ആരാധനാ ചടങ്ങുകൾ. സുക്കുന്ന് വന്നല്ലേ? നുസുക്കുന്ന് വന്നല്ലേ? എന്താണ്? നുസുക്കും മനാസിക്കും ഒക്കെ ഒന്നല്ലേ? മൻസക്കാണ്, മൻസക്ക്. മൻസക്കും ബഹുവചനം മനാസിക്കു. മനാസിക്കു എന്നാണ് ഒരു തമ്മ് വെട്ടിക്കളയണം കേട്ടോ. നിങ്ങൾക്ക് നോട്ട്ബുക്ക് തന്നിരിക്കുന്നതിൽ 2 തമ്മ് അടക്കുന്നത് തെറ്റാണ്. കാരണം മസാജിദിന് ഒരു തമ്മേ പാടുള്ളൂ. ടൈപ്പിംഗ് എന്നല്ലേ? നുസുക്കുണ്ട്. ഇവിടെ മൻസക്കിന്റെ ബഹുവചനമാണ് മനാസിക്. അങ്ങനെ നിങ്ങളുടെ ആരാധനാ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഖളൈതും മനാസിക്കക്കും, ആരാധനാ കാര്യങ്ങൾ ഖള. അപ്പം ഖള എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരം ഖള ആയിപ്പോയി എന്ന് പറയും. വിധിച്ചു, അതേപോലെ നിറവേറ്റി. 2 അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. വിധിച്ചു, നിറവേറ്റി. അപ്പൊ നിറവേറ്റി എന്നാണ് ഖള എന്ന് പറഞ്ഞത്. ഏതാ? ഖളൈതും, നിർവഹിച്ചു തീർന്നു. നിറവേറ്റിയതാണ് ഇവിടെ അർത്ഥം. നിർവഹിച്ചു കേട്ടാ, നിറവേറ്റി എന്ന രീതിയിലാണ്. ഖളൈതും മനാസിക്കക്കും, നിങ്ങളുടെ ആരാധനാ കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. അങ്ങനെ നിങ്ങൾ ആരാധനാ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തീർന്നാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും, അള്ളയെ ഓർക്കുക. ഇതുപോലെ കദിക്രിക്കും ആബാഅക്കും, നിങ്ങളെ വാപ്പമാരെ ഓർമ്മിക്കുന്നത് പോലെ. ഇതിനെ വാപ്പമാരെ ഓർമ്മിക്കുന്ന പോലെ എന്ന് പറഞ്ഞത്, അവരവിടെ ഹജ്ജിന് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ, എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അപ്പൊ അവിടെ ഇത്രയും ആൾ ഒരുമിച്ച് കൂടും. അറഫയിൽ കൂടും, മുസ്ദലിഫയിൽ കൂടും, മിനയിൽ കൂടും. ഇവിടെ എല്ലാം ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? അവര് പ്രസംഗമാണ്. എന്താ പ്രസംഗിക്കുന്നത്? ഓ, ഞങ്ങളുടെ വാപ്പയാണ് അവിടെ അത് ചെയ്തത്, എന്റെ
ജ്യേഷ്ഠനാണ് അത് ഇവിടെ അത് ചെയ്തത്. അങ്ങനെ ഓരോന്നും ഞങ്ങളെ വാപ്പമാര്, ഞങ്ങളെ പിതാക്കന്മാര്, ഞങ്ങളുടെ വല്യപ്പന്മാര്, ഞങ്ങളെ കാരണവന്മാര് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യായിരുന്നു? വിളിച്ചു പറയുന്നതാണ് അവർക്ക് പണി. അനൗൺസ്മെന്റ് പോലെയല്ല, അതിനപ്പുറം. നമ്മൾ പറയും ഇന്നത് ഇത്ര രൂപ ഇതിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, അവർക്കല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്നത് മാത്രമല്ല, അതേപോലെയൊന്നുമല്ല. ഞങ്ങളുടെ വാപ്പമാരാണ് ഇവിടെ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് കേമത്തരം വിളമ്പുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പൊ സത്യവിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? അതേപോലെ അവരുടെ വാപ്പമാരെ വിളിച്ച് വാപ്പമാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഹംഭാവം നടിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നതിന് പകരം അള്ളയെ ഓർക്കുക. അള്ളയാണല്ലോ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് എന്ന് ഓർക്കുക. ഔ അശദ്ദ ദിക്ര, നിങ്ങളെ വാപ്പമാരെ ഓർമ്മിക്കുന്നതിനേക്കാളും കഠിനമായി അള്ളയെ ഓർമ്മിക്കുക. അള്ളയാണല്ലോ ഞങ്ങൾക്ക് ഈ ഹിദായത്ത് നൽകിയത്. അള്ള ഇല്ലായിരുന്നെങ്കിൽ ഹദാൻ അല്ലാഹു മാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാൻ അല്ലാഹ്. നമ്മൾ ഹംദൊക്കെ പറയുമല്ലോ, മാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാൻ അല്ലാഹ്. അള്ള ഞങ്ങൾക്ക് ഹിദായത്തിന് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിനേക്കാളും വാപ്പമാരെ പറഞ്ഞ് അഹങ്കരിക്കുന്നതിനേക്കാളും കഠിനമായി അള്ളയെ ഓർമ്മിക്കുക, ശക്തമായി അള്ളയെ ഓർമ്മിക്കുക. ദിക്രിക്കും മാബാഅക്കും ഔ അശദ്ദ ദിക്റ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആൾക്കാരുണ്ടാവും, പഠിച്ചോനെ എനിക്ക് നല്ല മക്കളെ തരണേ, പഠിച്ചോനെ എനിക്ക് നല്ല ജോലി തരണേ, പഠിച്ചോനെ എന്റെ രോഗം മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞ് ഇതായി എന്റെ മോക്കൊരു നല്ല വീട് കൊടുക്കണേ, അങ്ങനെ കാര്യങ്ങൾ, എന്റെ മക്കളൊക്കെ നല്ല വീടുള്ളവരാകണേ, മക്കൾക്ക് ജയിക്കണേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം പറഞ്ഞു അല്ലോ എനിക്ക് സ്വർഗം തരണേ എന്ന കാര്യം ചോദിക്കാൻ മറക്കും. അപ്പൊ പിന്നെ അവർക്ക് കൊടുക്കുമല്ല. എന്താ കൊടുക്കും? ഈ ലോകത്തൊക്കെ ചോദിച്ചൊക്കെ കൊടുക്കും. അമാലഹു, അവന് ഇല്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത് വരുമ്പോൾ, മിൻ ഖലാഖ്, ഒരു ഷെയറും ഇല്ല. ഖലാഖ് എന്ന് പറഞ്ഞാൽ വിഹിതം. മുമ്പ് എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയാം, ഇപ്പൊ മനസ്സിലായി. അംശം അല്ലെങ്കിൽ വിഹിതം, ഷെയർ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരംശം, ആ ഒരംശവും അവനില്ല. അവൻ ആതിനാ ഫിദ്ദുനിയ, അവർക്ക് ദുനിയാവിൽ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ല, പരലോകത്തില്ല എന്നാ പറഞ്ഞു. എല്ലാം ചോദിക്കും. നമ്മൾ വിചാരിക്കും ചോദിക്കാൻ പാടില്ല, ദുനിയാവിന് അള്ളയോട് അള്ളയോടല്ലേ ചോദിച്ചത്, എന്റെ മക്കൾക്കെല്ലാം ജോലി കിട്ടണേ, എനിക്ക് നല്ലൊരു വീടുണ്ടാകണമേ, എന്റെ രോഗം മാറണമേ എന്ന് ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. സ്വർഗം ചോദിച്ചില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം പറഞ്ഞില്ല, എന്റെ പാപങ്ങൾ പുറത്തിരണേ എന്ന് പറഞ്ഞില്ല. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ പരലോകത്തോട് യാതൊരു ഷെയറും ഇല്ല. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. ചില ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങളെല്ലാം ചോദിക്കും ദുനിയാവിലെ, പിന്നെ ചോദിക്കുന്നത് എന്താ? ഫിൽ ആഖിറത്തി ഹസനത്തൻ, ഞങ്ങൾക്ക് സ്വർഗം തരണേ, ഞങ്ങളെ മലക്കുകളോടൊപ്പം വസിപ്പിക്കണേ, ഞങ്ങളെ സിദ്ദീഖുകളോടൊപ്പം താമസിപ്പിക്കണമേ, ഞങ്ങൾക്ക് താഴ്ഭാഗത്ത് കൂടി നദികളുള്ള സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലെ പാല് അരുവിയിൽ നിന്നും കുടിപ്പിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലെ തേൻ അരുവിയിൽ നിന്നും കുടിപ്പിക്കണമേ. ആ പാലരുവി, സ്വർഗത്തിലെ പാലരുവി എത്ര നാൾ ഒഴുകിയാലും പാലിന്റെ ടേസ്റ്റ് മാറുന്നില്ല, പൊടിക്കുന്നില്ല, പാല് പിരിഞ്ഞു പോകുന്നില്ല. അങ്ങനെയുള്ള അരുവിയിൽ നിന്നും ഞങ്ങളെ കുടിപ്പിക്കണമേ. അതേപോലെ ശുദ്ധമായ തേന്, ഞങ്ങളെ തേനിന്റെ അരുവിയിൽ നിന്ന് ഞങ്ങൾക്ക് കോരി കുടിക്കാനുള്ള തൗഫീഖ് നൽകണമേ. അവിടെ ആ മരങ്ങളുടെ ചില്ലകളൊക്കെ താഴ്ന്ന് നല്ല ആപ്പിളും നല്ല മാങ്ങയും നല്ല വരിക്കച്ചക്കയൊക്കെ ഇങ്ങനെ പിടിച്ചു കിടക്കുകയായിരുന്നതെല്ലാം അടുത്ത കുത്തൂഫുഹ ധാന്യത്തിന് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത് നിന്നും അത് പറിച്ചു തിന്നാനുള്ള ഭാഗ്യം നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. കിന എന്നത് പിരിച്ചു, കിന എന്നത് എങ്ങനെ പിരിച്ചു പറയാം നമുക്ക്? ഇവിടെ ക്രിയയുടെ എത്ര അക്ഷരമുണ്ട്? ക്രിയയുടെ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരമുണ്ട്? ഒരക്ഷരം. ഒരക്ഷരമേ ക്രിയയുടേതുള്ളൂ.
ഞാൻ എന്താണ്? നഹനു തന്നെ. മഫ്ഊലും ബിഹിയാണ്, അതിന്റെ കർമ്മമാണ്, ഒബ്ജക്റ്റ് ആണ്. കിന ഖലക ഹു എന്ന് പറഞ്ഞപ്പം ഖലക്കയുടെ കൂടെയുള്ള ഹു പോലെ, ഖലക അവൻ സൃഷ്ടിച്ചു, ഹു അവനെ, ഖലക ന എന്ന് പറഞ്ഞതുപോലെയാണ് കിന. പിന്നെ വാ ഇതിന്റെ കൂടെ ഒന്നും പെട്ടല്ല, ആൻഡ് എന്ന അർത്ഥത്തിലുള്ള വായാണ്. കിന, അപ്പം ഞങ്ങളെ നീ രക്ഷിക്കണമേ. എന്താണ് അതിന്റെ മാളി? ഒന്നാമത്തെ രൂപ അതിന്റെ വാലിപ്പം എന്തേനി? എന്താണ് 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 എന്താണ്? ആ എവിടെ എവിടെ പഠിച്ചത്? വക്ക അല്ലേ ഇനിയോ? അതെ അത് എവിടെ പഠിച്ചത്? പഠിച്ചിട്ടുണ്ട് നേരത്തെ. ആ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിൽവറില ഗോൾഡില എവിടെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റിനത്തിലായിരിക്കും, എവിടെ പഠിച്ചിട്ടുണ്ട്. ലാത്തക്കൂന്നൊക്കെ പഠിച്ചു. ഗോൾഡിലാണ്. ആ ഗോൾഡനില്. പിന്നെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ അജാബ നാർ. അപ്പോ അജാബ് രണ്ടാമത്തെ മഫൂലും ബിഹിയ. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ അജാബ നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലായിക്ക ലഹും, ഉലായിക്ക അക്കൂട്ടർ ലഹും അവർക്കൊണ്ട് നസീബ്. നേരത്തെ ഹലാഖ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പര്യായ പദമാണ് നസീബ്. അപ്പൊ ഹലാഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതോ അതിന്റെ മോശമായത ഒരു ഷെയർ. അതേപോലെ നസീബ്, ഓഹരി, നസീബാക്കി എന്ന് പറഞ്ഞല്ലോ, ഷെയർ കൊടുത്തെന്ന്. ഇലാഹിക്കും നസീബിന് അവർക്ക് ഷെയർ ഉണ്ടാവും, മിമ്മ കസബു അവർ സമ്പാദിച്ചതിൻ്റെതായ, പറഞ്ഞാൽ അവർക്ക് അവർ ചെയ്തതിൻ്റെ അനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കിട്ടും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹ് ഉടനുടൻ കണക്ക് തീർക്കുന്നവനാണ്. ശരിയ എന്താണ്? എന്ന് പറഞ്ഞാൽ കട്ടിലുണ്ടോ അർത്ഥം? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കൊക്കെ പഠിച്ചോ? ഇല്ല, പഠിക്കാത്തോണ്ടാ കുഴപ്പം. അത് ശരീറാണ്. അത് ശരീറാണ്, ഇവിടെ റായുണ്ട്, ഇവിടെ ഐനാണ്, ശരീര. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? ശരിയാൻ പഠിക്കണം. അത് അറബി, കമ്മ്യൂണിക്കേറ്റീവ് അറബി പെട്ടെന്ന് പഠിക്കണം, എന്നാൽ ശരിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് ചേരണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴൊന്നും പറ്റുന്ന പോലെ കാണില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരിയാണ് സാർ. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇത് ഒരുപാട് സംഭവമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, ഇല്ല നമുക്ക് അറിയുന്ന സംഭവമാണ്. അജാബൻ നാരി എന്നുള്ളത് അജാബ് മഫ്ഊലാണെന്ന് പറഞ്ഞില്ലേ? അജാബൻ നാരി, അജാബ് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് അജാബ, ശിക്ഷയിൽ നിന്ന്, ശിക്ഷയെ തൊട്ട്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അവിടെ കർമ്മം എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, മലയാളത്തിന്റെ ശൈലി അനുസരിച്ച്. പക്ഷെ അറബിയിൽ അത് കർമ്മമായിട്ടാണ് വരുന്നത്. അജാബൻ നാരി മുഴുവനായിട്ടും പറയണോ? അജാബൻ നാര് വരുമ്പോഴത്തേക്ക് അജാബിന്റെ നാറിലേക്ക് ഇലാഫത്ത്, നാറിന്റെ അജാബ്, നാറിന്റെ അജാബ്. അപ്പൊ പറയുമ്പോ അജാബ് മാത്രം പറഞ്ഞാൽ മതി, മഫ്ഊലാണെന്ന്? അജാബാണ് മഫ്ഊലും ബിഹി. മഫ്ഊലെന്ന് മാത്രം പറയരുത് കേട്ടോ, മഫ്ഊലും ബിഹി കൂടെ പറയാം. ശരിയായ പ്രയോഗം. എന്താണ് ഒരു സംശയം, നമ്മള് എന്താ അറഫയിലൊക്കെ ഇങ്ങനെ ഒഴുകുന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് നമ്മുടെ ഒളൂവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ. എന്താ പ്രശ്നം? തവാഫ് ചെയ്യുമ്പോഴാണ് ഒളു നിർബന്ധമാണ്. പിന്നെ ഒഴുകുന്ന സമയത്തുള്ള ഒളുവിനെ കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ അധികവും ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യയെ തൊട്ടാലും ഒളു കുറയും. അതേസമയം ഹനഫി മദ്ഹബിൽ അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നേരത്തെ അവർ പറയും, തൽക്കാലം നമ്മൾ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുന്നവരെ ഹനഫി മദ്ഹബ് ആണെന്ന് വിചാരിച്ചാൽ മതി. എന്നാ പിന്നെ ആ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരുന്നാ മതിയല്ലോ.
അത് ശരിയാ. നമുക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തഖ്വ സൂക്ഷിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇതേ തിരക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ എത്ര പേര് പങ്കെടുത്തിരുന്നു? ചരിത്രം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ തിരക്കിന്റെ ഇടയിലൊക്കെ ഒതുക്കാൻ എവിടെ നേരം? അല്ല അല്ല ആ 1.25 ലക്ഷം ആൾക്കാർ നബിയുടെ കൂടെ ഹജ്ജ് ചെയ്തെന്നാ പറയുന്നത്. 1.25 ലക്ഷം പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തു. അപ്പൊ അവിടെയും ഈ വിഷയം ഉണ്ട്. അപ്പൊ എന്തല്ല, വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോഴാണ്, ദുരുദ്ദേശത്തോടു കൂടി സ്പർശിക്കുമ്പോഴാണ് ഒതു പോകും. ആ അല്ലാതെ ഒതു പോകില്ല. നമ്മളെ ഉദ്ദേശം ശരിയായിരുന്നു. അത് ഈ വർഷം ഹജ്ജ് പോകുന്നുണ്ടോ? അൽഹംദുലില്ലാ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഉസ്താദെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹജ്ജ് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് ഉംറയൊക്കെ വെച്ച് വരാൻ ആമീൻ. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അൽഹംദുലില്ലാ, ഈ ക്ലാസ് വളരെയധികം ഒരുപാട് എല്ലാം ഉപകാരപ്പെടാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെട്ടിട്ടുള്ളത് വളരെ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഞാൻ കൊടുത്തിട്ടുണ്ട് ജനറലാണ് കിട്ടണേന്ന് പ്രാർത്ഥിക്കണേ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഹൈറായതിനെ തരട്ടെ. ഹൈറായതിനെ തരട്ടെ. എപ്പോഴാണ് ഹൈറെങ്കിൽ ഇപ്പോൾ അത് നല്ലതട്ടെ. ചിലപ്പോ ഇപ്പോഴെ ഹൈറായിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആയിരിക്കും ഹൈറാവുക. അങ്ങനെ ഹൈറായി. ഈ വർഷം വെയിറ്റിംഗ് ലിസ്റ്റിലായില്ലേ 10,000. വെയിറ്റിംഗ് ലിസ്റ്റിലായില്ലേ 10,000 കിട്ടാൻ സാധ്യത അടുത്ത വർഷം കിട്ടുന്നു. കേട്ടില്ല ഷറഫുദ്ദീൻ സാഹിബ്? 10,000 വെയിറ്റിംഗ് ലിസ്റ്റിലല്ല, ഈ വർഷം കിട്ടാൻ സാധ്യത കുറവാന്ന് പറഞ്ഞു. വെയിറ്റിംഗ് ലിസ്റ്റില് 10,000-ത്തിലാണ്. 10,000. അപ്പം ഏജ് സീനിയർ സിറ്റിസൺ ആണോ? 62 പക്ഷെ അതിൽ കിട്ടിയിട്ടില്ല. ചിലപ്പോ ഉള്ള വേറെ കുറെ ആൾക്കാരുണ്ടാവും. ജനറലാണ് 65-ന് മേളിലുള്ളവർക്ക് കിട്ടി, മഹറില്ലാത്തവർക്കും കിട്ടി. ജനറൽ ആരും എടുത്തിട്ടില്ല കേരളത്തിൽ. അതിനൊക്കെ അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. എല്ലാം പൊളിറ്റിക്സിന്റെ കേദാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് മൊത്തം നമ്പർ സർക്കാരിന് കൊടുക്കുന്നതാണ്. സർക്കാരിന് കൊടുക്കുന്നതാണ്. സർക്കാരാണ് എന്ത് ചെയ്യുന്നത്, കുറെ പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുന്നത്. ഇപ്രാവശ്യം എത്ര ഉണ്ടെന്ന് ഇത് പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ കോട്ട പറഞ്ഞിട്ടില്ല. കോട്ടയിൽ എന്തൊക്കെ ഫാൾട്ട് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു. എനിവേ, ഹജ്ജിന് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറേ ലേഖനങ്ങളും ഒക്കെ വായിക്കണം. വെറും ഹജ്ജിന്റെ ചടങ്ങ് മാത്രം മനസ്സിലാക്കിയ പോരാ. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വെച്ച് നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പല ഗ്രന്ഥശാലകളിൽ നിന്നും പുസ്തകങ്ങൾ കിട്ടും. അതിനെ സംബന്ധിച്ചുള്ള എന്താ പറയാ, കർമ്മശാസ്ത്രത്തിനപ്പുറം, കർമ്മശാസ്ത്രം നമ്മൾ സൗകര്യം ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ അതേപോലെ ഗൈഡ് ഉണ്ടാവും, നമ്മുടെ യാത്രയിൽ അമീർ ഉണ്ടാവും, അതേപോലെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അതിൽ പിന്നെ ട്രെയിനർമാരുണ്ടാവും പറഞ്ഞു നമുക്ക്. ട്രെയിനർമാർ എന്തെങ്കിലും ഗൈഡ് ഉണ്ടാവുമല്ലോ. അതെ, അതിനുപരി നമ്മള് അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഗതികൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എനിക്ക് എപ്പോഴും അവിടെ പോയാൽ ഓർമ്മ വരുന്നത്, ഒരു സഹാബിയോട് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരോട് ചോദിച്ചു, ആരുണ്ട് ഖുർആൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ? ഖുർആൻ ഉറക്കെ ഖുറൈശികളുടെ മുന്നിൽ ഉറക്കെ ഖുർആൻ ദാനം ചെയ്ത് കൊടുക്കാൻ ആരുണ്ട്? ആരാ എഴുന്നേറ്റൊന്ന്? അത് സാഹിബിയുടെ പേരെന്തായിരുന്നു? ക്ലാസ് പറഞ്ഞെന്താ ഓർമ്മയില്ല. അതെ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നോത് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഖുറൈശികളെല്ലാം ചോദിച്ചു, അവൻ എന്തോ പറയുന്നില്ലല്ലോ സംഭവം.
എല്ലാരും കൂടെ അദ്ദേഹത്തെ വളഞ്ഞു കൂടി ആടിച്ച് ബോധരഹിതനാക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെറുതെ നമ്മൾ പോയിട്ട് കാഫിയും സൈൻ ചെയ്തിട്ട് കാര്യമില്ല. ലിയഷ്ഹദു മനാഫിഅ ലഹും എന്നാ പറഞ്ഞത്. അവിടെയുള്ള പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷിയാകുന്നതിന് വേണ്ടി എന്നാണ്. അല്ലാതെ കഅബയിൽ വലം വയ്ക്കുക, സഫാ മർവയ്ക്കിടയിൽ നടക്കുക, അല്ലെങ്കിൽ മിനയിൽ ചെന്ന് തങ്ങുക, അറഫയിൽ ചെന്ന് തങ്ങുക, ആ ചടങ്ങല്ല. അവിടെയൊക്കെ തങ്ങുന്ന സമയത്ത് അവിടെയുള്ള ചരിത്രപരമായ സംഗതികൾ നമ്മൾ ഒരുപാട് അയവറക്കേണ്ടതുണ്ട്, ഓർമ്മയിൽ നമ്മൾ വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് എനിക്കത് പൊളിക്കാൻ വന്ന അബാബിൽ പക്ഷികളെ കുറിച്ചും അബ്രഹത്തിനെ കുറിച്ചാണ് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നത്. ആ പൊളിക്കാൻ വന്ന് വേറെ പലരും പൊളിക്കാൻ വന്നിട്ടുണ്ട്. അതെ അതെ, അബ്രഹത്തും അബാബിൽ പക്ഷികളും. ഹജൽ അസ്വദൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഹജൽ അസ്വദൊക്കെ എടുത്തോണ്ട് പോയി, പിന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഉത്തേജനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കണം. ഹജ്ജിന്റെ എന്താ പറയാ ചൈതന്യം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വായിക്കണം. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഹജ്ജ് ചെയ്യാനും അതേപോലെ ആരാധനാ കാര്യങ്ങളൊക്കെയും അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ ചെയ്യാനും അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ. മനസ്സിലാക്കാൻ ജീവിക്കാൻ തഖ്വ ഹജ്ജില് മാത്രമല്ല അങ്ങോളം ഇങ്ങോളം ജീവിതത്തിൽ എപ്പോഴും ഒരു ആരാധന പഠിപ്പിക്കുന്നത് ആ ആരാധനയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിർബന്ധമായും പാലിക്കും, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും പ്രാക്ടിക്കലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമസ്കാരം എന്നത് ഒരു ചുരുങ്ങിയ സമയത്താണ് നിർവഹിച്ചു തീർക്കുന്നത്. നോമ്പ് കുറച്ചുകൂടെ നീളത്തിൽ എന്താണ് ഒരു പകൽ മൊത്തമാണ്. അതേസമയം ഹജ്ജ് എന്ന് പറയുന്നത് തുടർച്ചയായ രാപകലുകൾ അതിനുവേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ജിഹാദും ഒരു പരിശീലനവുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു പരിശീലനമാണ്. അത് യഥാവിധി നിർവഹിച്ചാൽ നമുക്ക് ഒരു പരിശീലനമായിരിക്കും. അതല്ലേ നമ്മളെല്ലാവരും ഹജ്ജ് ചെയ്തു തിരിച്ചു വന്നു എന്ന പോലെ. പിന്നെ പഴയതുപോലെ ഹാജിമാരുന്നൊരു വിളിയൊന്നും ഇല്ലെങ്കിലും അതുപോലെ ഒരു ചടങ്ങ് മാത്രമേ ആവുള്ളൂ. അപ്പൊ അതിന് ചൈതന്യത്തോടെ നിർവഹിക്കാനുള്ള തോഫീക്ക് ചെയ്യട്ടെ. ഖുർആനെ യഥാവിധി മനസ്സിലാക്കുക. അത് അടുത്ത തലമുറയ്ക്ക് ഇതിന്റെ ചൈതന്യം നമ്മൾ പകർന്നു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് നേരത്തെ നിർത്ത ഉസ്താദെ, 9 തീരെ ഞാൻ തുടങ്ങിയപ്പോ കേറാൻ. അല്ല, നിങ്ങൾക്ക് കുറച്ച് സമയം ഒഴിവിട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. അരമണിക്കൂർ എടുത്തില്ല ക്ലാസ്. ഞാൻ കേറിയത് തന്നെ 9 കുറെ കഴിഞ്ഞാരെയാവും, എത്രയെന്ന് അറിയില്ല. കുറെ കഴിഞ്ഞാരെ ഞാൻ കേറി. നിർത്താന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തുടങ്ങി. ഗ്രാമറിലേക്കൊന്നും പോകാൻ കൃത്യം 8:30 തുടങ്ങിയേക്കും. അപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് മുസ്ലിം സമൂഹം വളരെ പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസകരമാണ്. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മാതൃകാ സമൂഹമായി മാറണം. ഇതല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ നിന്നും ഞാൻ ഭാണ്ഡക്കെട്ടുമായി പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മുസ്ലിം അല്ലാത്തൊരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുക, അല്ല അബൂബക്കർ എങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട് പോകുന്നു, ഒരു യാത്രയാണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നും കിടക്കാൻ മനുഷ്യന്മാരെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി കളയാന്ന് വിചാരിച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ പറയുക, ഇന്നത്തെ ഭാഷ നമ്മൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരാൾ പറയുകയാണ്, മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്. ആരാ പറഞ്ഞത് അബൂബക്കറെ നീ ഇവിടെ നിന്ന് പോകണമെന്ന്? താങ്കളെ പോലുള്ള ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു വിട്ടാലും താങ്കളെ പോലുള്ള ഒരാൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന് പറയും. നമ്മളൊരാള് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാലോ, ഞാനിവിടെ താമസം മാറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസം മാറേണ്ടെന്ന് ആരെങ്കിലും പറയുമോ?
പറയും. വിട്ടുപോകാന്ന് പറഞ്ഞാൽ വിട്ടുപോകാന്ന് പറയുമോ? അയൽവാസി 40 അയൽവാസി പറയുകയാണ് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിന്റെ അവകാശം എന്നാണ്. നമ്മുടെ ചുറ്റുവട്ടമുള്ള 40 പേര് പറയുന്നുണ്ടോ? 4 പേര് പറയുന്നുണ്ടോ അയാൾ സ്വർഗത്തിന്റെ അവകാശം? നമ്മളൊരു കച്ചവടം തുടങ്ങിയാൽ അയാളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങണം. അത് പ്യുവർ ആയിരിക്കും, അത് കറക്റ്റ് തൂക്കത്തിലായിരിക്കും ഉണ്ടാവുക, അത് ഒറിജിനൽ ക്വാളിറ്റി ആയിരിക്കും എന്നാലും പറയുന്നുണ്ടോ? നമ്മളൊരു ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ പോലെയുള്ളവരോട് ഇടപാട് നടത്തണം. അത് എന്തായിരുന്നാലും കറക്റ്റ് ആയിരിക്കും, അത് കൃത്യമായിട്ട് നിർവഹിക്കും. അത് ഞാൻ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു മാതൃകാ സമൂഹമായി നമ്മൾ മാറിയെങ്കിൽ അതല്ലാതെ നമുക്ക് വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. അതേപോലെ നമ്മൾ ഉത്കർഷയുള്ളവരാകണം. അൻതുമുൽ അലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ എന്താകണം? അൻതുമുൽ അലൗൻ. നമ്മൾ എപ്പോഴും മീഡിയ തന്നെ ആയിരിക്കണം, എല്ലാവരുടെയും മീഡിയ തന്നെ ആയിരിക്കണം. അൻതുമുൽ അലൗൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ മീഡിയ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഉള്ള പ്രശ്നം, ഇന്നൊരു സഹോദരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞു, അവിടെ അഫ്ഗാനിസ്ഥാൻ എന്ത് സംഭവിച്ചു? അവിടെ മുസ്ലിങ്ങൾ അന്ധവിശ്വാസത്തിലും അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യാണ്? പുരോഗതിയുടെ അധോഗതിയിലേക്ക് പോവുകയാണ്. പുരോഗതിയിലേക്കല്ല പോകുന്നതിന് പകരം അധോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഇസ്ലാമിനെ കുറിച്ച് മോശമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർ കാരണമായിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞ മറുപടി അവര് അങ്ങനെ അധപ്പതനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവരല്ല, മറിച്ച് എന്തായിരുന്നു? അവർ ജീവിച്ചു വന്ന പശ്ചാത്തലമായിരുന്നു. അവര് വിദേശ ശക്തികളാണ് അവരെ അങ്ങനെ ഒരു അധപ്പതനത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടു നിന്ന സഹോദരി എന്ത് ചെയ്തു? അത് ഒബ്ജക്റ്റ് ചെയ്തു. ഞാൻ ഉടനെ ChatGPT ചോദിച്ചു, എന്താണ് കാരണം ഈ അഫ്ഗാനിസ്ഥാനുള്ള വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോകാനും അല്ലെങ്കിൽ അവരുടെ അധപ്പതനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ റഷ്യയുമായിട്ടുള്ള യുദ്ധങ്ങളും വൈദേശിക ശക്തികളുടെ താല്പര്യങ്ങളുമാണ് അവർ പിന്നോക്കം പോകാനുള്ള കാരണമെന്ന് അതിൽ എഴുതിച്ചിരിക്കുക. അപ്പൊ എന്താണ് നമ്മൾ പിന്നോക്കം പോകാനുള്ള കാരണം? മറ്റുള്ളവർ നമ്മെ പിന്തള്ളി കളയുമ്പോൾ നമ്മളവിടെ പിന്തള്ളി പോവുകയാണ്. മറ്റുള്ളവർ നമ്മളെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതിന്റെ ഇരയായി മാറുകയാണ്. മറ്റുള്ളവർ നമ്മെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ കോർണറൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഉന്നതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് ധരിച്ച അമേരിക്കൻ ശക്തിയും അവരെ ഉപയോഗപ്പെടുത്തിയ അമേരിക്കൻ ശക്തിയും അതുപോലുള്ളവരുമാണ് അവരുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കത്തിന് കാരണം. അല്ലാതെ അവിടെയുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും അല്ല. അവരെ തമ്മിലടിപ്പിച്ചതിന്റെ കാരണം എന്താണ്? അവരെന്തായി? റഷ്യ ജയിക്കുന്ന അല്ലെങ്കിൽ റഷ്യ അവിടെ നിന്ന് പിൻവാങ്ങുന്ന സന്ദർഭത്തിൽ റഷ്യൻ പട്ടാളത്തെ അവര് കെട്ടിച്ചു. റഷ്യൻ പട്ടാളത്തെ കെട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞത് പറഞ്ഞതുപോലെ അമേരിക്ക അവരെ സഹായിച്ചത് ഒരു കാര്യം. മറ്റൊരു കാര്യം, അവർ ഉറച്ചു നിന്ന് ജിഹാദ് ചെയ്തതാണ്. അവരുടെ നാടിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഉറച്ചു നിന്ന് ജിഹാദ് ചെയ്തു. അപ്പോ റഷ്യൻ പട്ടാളത്തെ അവർക്ക് കെട്ടിക്കാൻ പറ്റി. അവര് പക്ഷേ കെട്ടിച്ചപ്പോൾ അമേരിക്കയും റഷ്യയും കൂടെ ചെയ്ത ഒരു സംഭവം എന്ത് ചെയ്തു? അവരെ പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയിട്ടാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത്. കാരണം ഇവർ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവിടെ. അവർക്കെതിൽ അടിക്കുന്നതിന് വേണ്ടി അവർ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെങ്ങാനും ആ ട്രെയിനിങ് ഉപയോഗിച്ച് ശക്തരായി തീർന്നാൽ അവർ തിരിച്ചടിക്കും. അതാണ് ഉസാമ ബിൻ ലാദനിലൂടെ ഉണ്ടായത്. അത് വേറെ കാര്യം. അപ്പോ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവരുടെ ചട്ടുകമായി മാറുകയാണ്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ശത്രുക്കളാണ് നമ്മൾ ചട്ടുകമാക്കി മാറ്റുന്നത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതിന്റെ തനി ആവർത്തനം തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ മിലിറ്ററി എയർബേസ് കൊടുക്കുന്നു, നമ്മൾ അവരുമായി നല്ല ചങ്ങാത്തത്തിൽ കൂടുന്നു, നമ്മൾ അവരുമായി ഒരുപാട് സഹകരണത്തിൽ ഏർപ്പെടുന്നു. നമ്മൾ വിചാരിക്കും ഇവര് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സൂറത്തുൽ മാഇദ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അൽമായിദയിൽ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്, അവർ നിങ്ങളെ സഹായിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അവരൊരിക്കലും നമ്മളെ സഹായിക്കുകയില്ല. അവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നോളം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഒരു വൈദേശിക ശക്തികളും നമ്മളെ സഹായിച്ചിട്ടില്ല. മറിച്ച് എന്താണ്, അവർ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പും യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പലസ്തീനുമായി ബന്ധപ്പെട്ട് തന്നെ പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയുള്ള യുദ്ധം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മുസ്ലിം സൈന്യം ജയിക്കുന്നതിനോടടുത്ത് ഘട്ടത്തിലെത്തുമ്പോഴാണ് ഈ പറഞ്ഞതെല്ലാം കൂടി മാറി മറിഞ്ഞ് പല രീതിയിലുള്ള തർക്കങ്ങളിലും വിതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട്
നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാ തഫറഖ്ന, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് പറഞ്ഞു. നമ്മളെന്താണ്, ചെറിയ ചെറിയ അതിർത്തി പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കി കൊടുക്കും. ആരെങ്കിലും അതിർത്തി പ്രശ്നം ഉണ്ടാക്കി കൊടുക്കും. ആ അതിർത്തി അങ്ങോട്ട് വിട്ടുകൊടുത്താലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാലോ ഒന്നും മുസ്ലിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരസ്പരം പോരടിക്കുന്നവരാക്കി മാറ്റിയാണ്. യഥാർത്ഥത്തിൽ പിന്നെ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഒരു കറൻസി കൊണ്ടുവരാം. അവിടെ അവർ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കറൻസി വലിച്ചെറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ കയ്യിൽ ആണ് എല്ലാം ഉള്ളത്, എല്ലാ പ്രോപ്പർട്ടിയും ഉള്ളത്, എന്താ പറയാ എല്ലാ നിലയ്ക്കുമുള്ള സമ്പത്ത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. പക്ഷേ അവരെന്ത് ചെയ്യണം? ഈമാനോടുകൂടി ഉറച്ചു നിൽക്കണം. തീർച്ചയായിട്ടും അതിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ഇരകൾ, നമ്മുടെ സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, എന്താ പറയാ, നമ്മളെ ഒന്നിനും ഒരു ത്രാണിയില്ല, ഒരു ആഹാരത്തിന് വേണ്ടി വരി നിൽക്കുന്നവർ നിഷ്ഠൂരമായി വധിക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ ക്രൂരമായ സംഗതികൾ നടന്നിട്ടുണ്ട്. അത് വേറെ ആയിരിക്കും, ചരിത്രത്തിൽ തന്നെ ആവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എന്താണ്? കണ്ണും പൂട്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു? അതിനകത്ത് കയറി അടിച്ചു. അതിനകത്ത് കയറി അടിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് അമേരിക്ക നമ്മളെ സപ്പോർട്ട് ചെയ്യും, അമേരിക്ക നല്ല സുഹൃത്താണ്, അവനെ പിടക്കാൻ പാടില്ല എന്ന് വിചാരിക്കും. അതേപോലെ ഇവര് നമ്മളെ എന്തെങ്കിലും അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചിടും. അവർ നമ്മളെന്താവും പോകും, നമ്മൾ കത്തിയെരിഞ്ഞു പോകും, പലസ്തീൻ കത്തിയെരിഞ്ഞതുപോലെ നമ്മൾ കത്തിയെരിഞ്ഞു പോകും എന്നൊക്കെ വിചാരിക്കും. നേരത്തെ തന്നെ ഒരു തുപ്പൽ കൊടുത്താൽ മതി, ഒരു എന്താ പറയാ സ്റ്റിറ്റ് ഒന്ന് തുപ്പി കൊടുക്കുക. കണ്ടാരോ പറഞ്ഞത് മൂത്രമൊഴിച്ചു കൊടുത്താൽ മതി എന്നാണ്. ഒഴിച്ചു പോകാനുള്ളവരെ ഉള്ളൂ. അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്നൊരു തുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തുപ്പിയിരുന്നെങ്കിൽ എന്തായിരുന്നു? അവരൊന്നും ചെയ്യുമായിരുന്നു. ഇത് ആദ്യം ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചു? അതിന് മുമ്പ് എന്ത് സംഭവിച്ചു? തൊട്ട് മുമ്പ് എന്ത് സംഭവിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കിതിലൊക്കെ പ്രാർത്ഥിക്കാനും, അതേപോലെ നമ്മൾ ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു സമൂഹമായി ജീവിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. ഉമറുൽ അനീന്റെ കാലഘട്ടത്തിൽ, അതുപോലെ ഖലീഫുമാരുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഞാൻ എന്റെ പ്രോപ്പർട്ടിക്ക് ഇത്ര ലക്ഷം ദീനാറിന് ഞാൻ കൊടുക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആൾക്ക് പറഞ്ഞു, ഈ നാട്ടിൽ വേറെ ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും വിലയില്ലല്ലോ, നിങ്ങൾ നാട്ടിലില്ലാത്ത വില പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്നില്ലേ, ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന ഒരു മുസ്ലിമാണ്. നമ്മൾ പറയും സ്കൂളിന്റെ അടുത്ത് വില കൂടുതലാണ്, കോളേജിന്റെ അടുത്ത് വില കൂടുതലാണ്, ഹോസ്പിറ്റലിന്റെ അടുത്ത് വില കൂടുതലാണ്. പക്ഷെ അന്ന് എന്താ പറഞ്ഞിരുന്നത്? ഒരു മുസ്ലിമിന്റെ വീട്ടിന്റെ അടുത്തുള്ള പ്രോപ്പർട്ടി വില കൂടുതലാണ്, കാരണം അയൽവാസി മുസ്ലിം അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാതൃകാ വ്യക്തിത്വങ്ങളായി മാറിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമാകൂ. അതല്ലാതെ വേറെ ഒരു പരിഹാരമില്ല. ഉള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ആമീൻ. റഹീം സല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആമീൻ. വഅലൈക്കും വലൈക്കും അസ്സലാം സലാം വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ആമീൻ.